മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സുമ ടീച്ചറാണ്, റിട്ടയർഡ് അധ്യാപിക കൂടിയാണ്. എങ്ങനെയുണ്ട് ടീച്ചറെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ ഞങ്ങള് പ്രചരണ പ്രക്രിയയിലൂടെയാണ് പോകുന്നത്. അപ്പൊ എല്ലാവരും നല്ല സഹകരണമാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാ വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. അപ്പോ നമ്മുടെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 15-ാം വാർഡിന്റെ വികസനമാണ് ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. അപ്പൊ അവരെല്ലാവരും കൂടെ എന്റെ പിന്നിലുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി ഞങ്ങളത് നന്നായി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ട് വേണ്ട. അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നു. പക്ഷെ ആ സ്ഥാനാർത്ഥിത്വം ഞാൻ വളരെ നന്നായി നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരുടെയും പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോകുന്നതോടെയൊക്കെ എല്ലാവരും നല്ല പിന്തുണയാണുള്ളത്. പ്രചരണത്തിന്റെ ഏത് 2-ാം ഘട്ടത്തിലാണോ അതോ? 2-ാം ഘട്ടത്തിലാണ്. 2-ാം ഘട്ടത്തിൽ എവിടം വരെയായി? 2-ാം ഘട്ടത്തില് ഞങ്ങള് പകുതി ആയി. ഇനി കുറച്ചും കൂടെ എല്ലാവരുടെയും സഹകരണമുണ്ട്. ഇനി അനുബന്ധമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ്? കുടുംബയോഗങ്ങൾ, കൺവെൻഷൻ, അങ്ങനെയുള്ള കൺവെൻഷൻ ഇന്ന് ഞങ്ങൾക്ക് വൈകിട്ട് 4 മണിക്ക് കൺവെൻഷൻ ഉണ്ട്. അതുപോലെ കുടുംബയോഗങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും സ്ക്വാഡായി തിരിഞ്ഞ് നല്ല പ്രവർത്തനത്തിലാണ് എല്ലാവരും കൂടെയുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ പ്രദേശം ഇപ്പൊ നിലവിൽ UDF നേരത്തെ ഉണ്ടായിരുന്ന UDF മെമ്പറുടെ പ്രദേശമാണ്. അപ്പൊ അത് തിരിച്ചു പിടിക്കും. ഇപ്പൊ ഈ 15-ാം വാർഡ് മറ്റു പല വാർഡുകളും ഉൾപ്പെട്ട് അല്ലെങ്കിൽ ഇത് വിഭജനത്തിന്റെ ഭാഗമായിട്ട് മറ്റു പല വാർഡുകളും കയറി വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാം. എങ്കിൽ പോലും ഇപ്പൊ നമ്മൾ നിലനിൽക്കുന്ന ഈ ഒരു പ്രദേശം UDF വാർഡാണ്. അത് തിരിച്ചു പിടിക്കാന്നുള്ള ദൗത്യം കൂടി ടീച്ചറിലുണ്ട്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഒരു മത്സരബുദ്ധിയല്ല, നമ്മൾ എന്തായാലും തിരിച്ചു പിടിക്കുന്നത്. ഞാൻ ടീച്ചറാണ്. അപ്പൊ പോകുന്ന വീടുകളിലൊക്കെ അതിനും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ടീച്ചറാണെന്നുള്ളൊരു. അപ്പൊ എല്ലാവരും അതൊരു സപ്പോർട്ടായി തരുന്നുണ്ട്. പിന്നെ നമ്മളത് തിരിച്ചു പിടിക്കും. എല്ലാവരുടെയും കൂടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായും തിരിച്ചു പിടിക്കും. അങ്ങനെ ഇപ്പൊ ടീച്ചർ ഈ 15-ാം വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിലൊരു വികസന കാഴ്ചപ്പാട്? എങ്ങനെ ഈ വാർഡിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്? അതെ, ആദ്യം തന്നെ നമുക്ക് എന്താണെന്ന് അറിയണം. എല്ലാവരിലും ഒന്ന് ഇറങ്ങിച്ചെന്ന് ഇപ്പൊ നമ്മളൊരു പ്രചരണം മാത്രം. അപ്പൊ പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് എനിക്ക് വികസനം, അതാണ് കുറെ ഭാഗങ്ങൾ വളരെ ഇതിൽ കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ വികസനമാണ് മുൻകൂട്ടി കാണുന്നത്. അപ്പൊ ആദ്യം അവരുടെ വികസനത്തിന് ഓരോരുത്തരും കണ്ട് അവരുടേതായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിന്റെ വികസനം ആദ്യം നോക്കും. പിന്നെ എല്ലാ ക്ഷേമ പ്രവർത്തനത്തിനും അവരെ കൂടെ തന്നെ നിൽക്കും. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് 15. ആ 15-ലെ UDF സ്ഥാനാർത്ഥി നസ്രത്ത് മൻസൂറാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ? എങ്ങനെ പോകും? നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. നമ്മൾ 2 റൗണ്ട് ഏകദേശം കംപ്ലീറ്റ് ആക്കാറായിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ പരിചയപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ഇപ്പം നമ്മൾ ചിഹ്നം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു റെസ്പോൺസാണ് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ 15-ാം വാർഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 15-ാം വാർഡല്ല, ഇപ്പോൾ നമ്മൾ വാർഡ് വിഭജനം വന്ന കാരണം 13, 14, 15, 16, 18 എന്നീ വാർഡുകൾ ചേർന്നിട്ടാണ് ഇപ്പോഴത്തെ 15-ാം വാർഡ് രൂപീകൃതമായിട്ടുള്ളത്. അപ്പം അതിൽ പഴയ UDF മെമ്പർമാർ 13-ാം വാർഡിലാണെങ്കിലും 16-ലാണെങ്കിലും നമ്മളെ ഷിജിലേട്ടന്, ബക്കർക്കൊക്കെ നല്ലൊരു പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതവിടെ പോണ സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവരുടെ പേര് പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ നല്ല സങ്കടമുണ്ട്. അങ്ങനെയുള്ള മെമ്പർമാർ പോകുന്നതിൽ അവരെ പോലെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവിടെ പോകുമ്പോൾ ഓരോവിധ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും വികസനം എത്തിയിട്ടില്ലാത്ത പല വാർഡുകളും വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് അവിടെ എത്തിക്കേണ്ടതെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് നീങ്ങണം എന്നുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. ഇപ്പോ കന്നി മത്സരമാണല്ലോ, ആദ്യമായിട്ടല്ലേ തെരഞ്ഞെടുപ്പ് മത്സരം? അതിനെ എങ്ങനെയാണ് നോക്കുക? ഞാന് ചെറുതിലൊക്കെ 12th പഠിക്കുന്ന സമയത്ത് NSSലൊക്കെ നാഷണൽ സർവീസ് സ്കീമിൽ കുറെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ആദ്യമൊക്കെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധൈര്യമൊക്കെ ഇപ്പൊ നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ ടൈലറിംഗ് ഒക്കെ ചെയ്ത് ലേഡീസിനൊക്കെ ടൈലറിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുവിധം കുട്ടികൾക്കൊക്കെ നമ്മളടുത്തല്ല, ഓൺലൈനായിട്ടായ കാരണം പല ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഫീൽഡ് നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ മുന്നോട്ടേക്ക് പോകുന്നത്.
അപ്പോൾ നാട്ടുകാരുടെ പ്രതികരണമാണെങ്കിലും അതുപോലെ തന്നെയാണ്. എല്ലാത്തിനും അവർ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ട്. ഇപ്പോ 15-ാം വാർഡിലെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ആ വാർഡിൽ നടപ്പാക്കാനുള്ള വികസന പദ്ധതികൾ, എന്താണ് അതിന്റെ ഒരു പ്ലാൻ? അതിപ്പോ നമ്മള് അവരെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് തീരുമാനം. കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോവുകയാണെങ്കിലും അവരെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ അവിടെ നോട്ട് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ ആവശ്യങ്ങൾ അവർക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് തെരഞ്ഞെടുത്തിട്ട് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം അവിടെ കാഴ്ചവെക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.